ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർപീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്യാസ് സ്റ്റവ്, അതായത് ഗ്യാസ് അടുപ്പിലെ ബർണർ. ഈ ഒരു ബർണർ പെട്ടെന്ന് അയക്കായി നമ്മൾ വാങ്ങിയ ഒരു ചെമ്പിൻ്റെ ഒരു ഗോൾഡൻ കളർ ആയിരിക്കും. ആ ഒരു കളറിൽ നിന്നൊക്കെ മാറി പെട്ടെന്ന് തന്നെ അതൊരു വൃത്തികേടായ ഒരു ബ്ലാക്ക് കളറിലേക്ക് മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹോളുകളൊക്കെ അടഞ്ഞ് പിന്നീട് ഗ്യാസ് കറക്റ്റായിട്ടുള്ള ആ ഒരു ഫ്ലോയിൽ വരുന്നില്ല. അപ്പോൾ അതെങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാവുന്നത് എന്നാണ് നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തിരുന്നു, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനേക്കാളും ഏകദേശം 90% ക്ലീൻ ആവുന്ന ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ തവണ ചെയ്തത് ക്ലീൻ ആവില്ല എന്നല്ല, കഴിഞ്ഞ തവണ ചെയ്തത് കുറച്ചൊക്കെ ക്ലീൻ ആകുന്നുണ്ട്, പക്ഷേ അതിനേക്കാളും എത്രയോ പെർഫെക്റ്റ് ആയിട്ട് ബർണർ ക്ലീൻ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കാണ്. ഇപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ആഫ്റ്ററും ബിഫോറും ഫോട്ടോസാണ് കാണുന്നത്. നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള ഫോട്ടോ, അതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോ. ഇങ്ങനെ ഇത്രത്തോളം മാറ്റം വരുത്താൻ പറ്റും നമ്മുടെ ഓരോ ബർണറിലും. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബർണർ, ഗ്യാസ് ബർണർ ഇതാണ്. അപ്പോൾ ഈ ഒരു ബർണർ ഒരുപാട് പഴക്കമൊന്നുമില്ല, എങ്കിൽ കൂടിയിട്ട് കുറച്ച് കാലം ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒരു കളറൊക്കെ മാറി നമ്മൾ വാങ്ങുന്ന സമയത്തുള്ള ആ ഒരു തിളക്കമൊന്നും ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോളുകളൊക്കെ അടയുകയും ഗ്യാസിൻ്റെ ഫ്ലോ കറക്റ്റായിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ബർണർ ക്ലീൻ ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ പറയുന്നത് ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന സാധനങ്ങളാണ്. ആദ്യമായിട്ട് പറയുന്നത് ഹാർപ്പിക്ക്. ഇതൊന്നും ഇത്രയൊന്നും വേണ്ട കേട്ടോ, ഇതൊക്കെ കുറച്ച് മതി, കുറച്ച് മതി, ഏകദേശം ഒരു ടേബിൾ സ്പൂണൊക്കെ മതി. അപ്പം ഹാർപ്പിക്ക് ഉണ്ട്. അതുപോലെ തന്നെ സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും സിട്രിക് ആസിഡ്. ഇനി ഈ സിട്രിക് ആസിഡ് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അതിന് പകരം ചെറുനാരങ്ങ ഉപയോഗിച്ചാൽ മതി. ഒരു ചെറുനാരങ്ങ എടുത്ത് അതിൻ്റെ ചെറുനാരങ്ങ നീര് ഉപയോഗിച്ചാലും മതി. സിട്രിക് ആസിഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. പിന്നെ അപ്പക്കാരം, അതായത് ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് സുർക്ക എടുത്തിട്ടുണ്ട്. സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി. ഇത്രയും സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. അതുപോലെ കുറച്ച് ചുടുവെള്ളം വേണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നല്ല എടുത്തത്, കാരണം ഇതിലേക്ക് ചുടുവെള്ളം ഒഴിക്കാനുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ എടുത്തത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടത്. ഈ 2 ബർണർ മൂടുന്ന വിധത്തിലുള്ള അത്രയും ഒഴിച്ചാൽ മതി. ഏകദേശം ഒരു കപ്പ് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ക്ലീൻ ചെയ്യാനുള്ള ബർണർ ഇട്ട് കൊടുക്കാം. ഓക്കെ, രണ്ടാമത്തെ ബർണർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വിനാഗിരി, അതായത് സുർക്ക ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അപ്പക്കാരം ഇട്ട് കൊടുക്കേണ്ടത്, അതായത് ബേക്കിംഗ് സോഡ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഹാർപ്പിക്കാണ്. ഹാർപ്പിക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ടിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 5-6 തുള്ളി ഇട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് സിട്രിക് ആസിഡും കൂടി ഇട്ട് കൊടുക്കണം. സിട്രിക് ആസിഡ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഒരു ചെറുനാരങ്ങ എടുത്ത് അതിൻ്റെ നീര് ഇതിലേക്ക് ആക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ക്ലീൻ ആവുന്നുണ്ട്. നല്ലൊരു റിയാക്ഷൻ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കിനും ഉപയോഗിക്കരുത് കേട്ടോ, അതൊക്കെ ഇങ്ങനെ നടക്കൂല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിയാക്ഷനൊക്കെ കഴിഞ്ഞു. പൊങ്ങി വന്നതൊന്നും പ്രശ്നമില്ല കേട്ടോ. അത് ബേക്കിംഗ് സോഡയും പിന്നെ അതുപോലെ തന്നെ സിട്രിക് ആസിഡ്. ഇനി ബേക്കിംഗ് സോഡയിലേക്ക് സിട്രിക് ആസിഡിന് പകരം നമ്മുടെ ലെമണിൻ്റെ, അതായത് ചെറുനാരങ്ങയുടെ നീര് ആക്കി കൊടുത്താലും ഇതുപോലെ തന്നെ സംഭവിക്കാം. പക്ഷെ ഇത്ര സ്ട്രോങ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ സിട്രിക് ആസിഡ് കിട്ടുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഹാർപ്പിക്കും നമ്മൾ ഇതിലേക്ക് ആക്കി കൊടുത്തു. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏതായാലും ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബർണർ ഇതിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഇപ്പം തന്നെ കണ്ടോ ഒരുപാട് കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് വെള്ളം ഉപയോഗിച്ചൊന്ന് കഴുകാം. ഓക്കെ, നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്.
ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല മാറ്റം തന്നെ വന്നിട്ടുണ്ട്. പഴയ ഫോട്ടോ ആണ് ഇപ്പോൾ കാണുന്നത്. ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്ന ആ ഒരു പിക്ചറും അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു പിക്ചറും രണ്ടും കൂടി നിങ്ങൾക്കൊരു കമ്പയർ ചെയ്താൽ തന്നെ അറിയാം നല്ല മാറ്റം തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു രീതി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നല്ല മാറ്റം തന്നെ ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒന്ന് ഇതുപോലെ നല്ല ക്ലീനായി കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹോളുകളുണ്ടല്ലോ, ഈ ഹോളുകളൊക്കെ പല വീടുകളുടേതും ഇങ്ങനെ ക്ലീൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അടഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഗ്യാസ് ഫ്ലോ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനും ഇത് നല്ലൊരു പരിഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ്. അത് മാത്രമല്ല വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതി കൂടിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾക്ക് മാസ്റ്റർ പീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവരും ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടി, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞങ്ങളിപ്പോൾ ഉള്ളത് സിംഗപ്പൂരാണ്. വാവുണ്ട്, ഞാനുണ്ട്, പിന്നെ നമ്മുടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മാസ്റ്റർ പീസ് വ്ളോഗിൽ നമ്മുടെ ട്രാവൽ വീഡിയോസ് കുറച്ച് വീഡിയോസൊക്കെ വന്നു. അജ്മീർ, അതുപോലെ ആഗ്ര, ഡൽഹിയൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ അടുത്തതായിട്ട് വരാൻ പോകുന്നത് സിംഗപ്പൂർ യാത്രയുടെ അടിപൊളി വീഡിയോസാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടി സിംഗപ്പൂർ ഒരു ഏകദേശം 8 ദിവസം ഉണ്ടാവും. നല്ല കിടിലനാക്കി നമ്മൾ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് തന്നെ മാസ്റ്റർ പീസ് വ്ളോഗ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ഈ റൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.